ഹരേ കൃഷ്ണ. ഈ രാത്രിയിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് രണ്ട് കാര്യം നിങ്ങളോട് പറയാമെന്ന് തോന്നി. ഒന്ന്, ഫേസ്ബുക്കിൽ ചാനലില്ല, നമുക്ക് ഹാക്ക് ചെയ്ത് പോയതാണ്. യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ഈ ത്രിമധുരം ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന്? പുതുതായിട്ട് കേൾക്കുന്നവരോടാണ്. ഭക്തരുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക, ഞങ്ങൾ അത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുക. അതാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ അനുഭവങ്ങളൊന്നുമല്ല, നൂറുകണക്കിന് അനുഭവങ്ങൾ ഭക്തർ അയച്ചു തന്നത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞു. ഒക്കെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടത്, ഗുരുവായൂരപ്പനായിട്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഭക്തരുടെ അനുഭവങ്ങൾ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭഗവാനെ എന്താണ് കഥ, ഒന്നുമില്ല. ഗുരുവായൂർ അങ്ങനെയാണ്, ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് നമ്മൾക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി നമ്മളെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കും. ഗുരുവായൂരിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഞാൻ പറയണ്ടല്ലോ. ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാലുള്ള ആ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ തന്നെ ഗുരുവായൂരിന് മാത്രമായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഇല്ലേ? നിങ്ങളെ കൃഷ്ണ ഗുരുവായൂരപ്പ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്നു, അങ്ങനെയുള്ള കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഗുരുവായൂരിൻ്റെ ഒരു സുഗന്ധമല്ലേ. ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രഷ് ആണല്ലേ. മുല്ലമാല, മുല്ലയുടെ സുഗന്ധം, ധൂപങ്ങളുടെ സുഗന്ധം, എല്ലാവരുടെയും നടന്ന് ഷോപ്പിങ്ങിന് പോകുന്ന ഒരു സന്തോഷം, ഉള്ളിൽ കയറിയിട്ട് ഭഗവാനെ കാണുന്ന കാര്യം ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നില്ല. ഗുരുവായൂർ വരുന്നത് അതിനാണല്ലോ അല്ലേ. ആ ഒരു ഉള്ളോട്ട് കയറുമ്പോഴുള്ള ഒരു എന്താണ്, ഒന്നും പറയാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ട് അങ്ങനെയുള്ള ഭക്തർ നമുക്ക് അനുഭവങ്ങൾ അയക്കുമ്പം നിങ്ങളോട് എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? അപ്പോൾ ഈ ചാനലിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ. ഭക്തരുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാത്രി എല്ലാവർക്കും മനോഹരമായിരിക്കട്ടെ. ഹരേ കൃഷ്ണ.